ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോവയ്ക്ക നമ്മളിന്ന് പറിച്ചെടുക്കാൻ പോകാം കേട്ടോ. ഇപ്പം നമ്മൾ നട്ട കോവയ്ക്ക അന്ന് ഞാനൊരു വള്ളി കെട്ടി പടർത്തി കൊടുത്തില്ലേ, ആ കോവയ്ക്ക കേട്ടോ. ഇപ്പോൾ ഇതുമ്പോൾ നിറച്ചും ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഞാനൊരു നെറ്റും കൂടിയും കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ ഉണ്ടായതെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് പറിച്ചെടുക്കാമെന്ന്. ഒരുവിധം പെട്ടെന്ന് വേഗം കായ്ച്ചു കേട്ടോ. ഞാനിപ്പോൾ ആദ്യം വെറുതെ ഒരു തണ്ട് താഴെയാണ് കുഴിച്ചിട്ടത്. അപ്പോൾ താഴെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ അതിന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അതിന് ഇടയ്ക്ക് ചെറുതായിട്ട് രാസവളം കൂടി കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെയാണ് പെട്ടെന്ന് കായ പിടിച്ചു. നമ്മൾ ഈ ജൈവവളം മാത്രം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈൽഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആകെപ്പാടെ വിഷമോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി രാസവളം ഇട്ടുവെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു. നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്താലും രാസവളം കൊടുത്തെന്ന് വെച്ച് കുഴപ്പമില്ല. അതിൻ്റെ ഇലകളിലൊന്നും നമ്മൾ ഒരു കീടനാശിനി ഒന്നും തളിക്കരുത്. അപ്പോൾ ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിന്ന് നല്ലോണം വിളവെടുക്കാൻ പറ്റി. ഒരു കറിക്കുള്ളതുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഒരു നല്ലൊരു കോവലുണ്ടായതായിരുന്നു. അത് മൊത്തം അങ്ങനെ ഒരു നശിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ പിന്നെയും എനിക്കിത് വേണമെന്ന് ഭയങ്കര ഒരു വാശിയായിരുന്നു, ഒരു കോവൽ വെച്ച് പിടിപ്പിക്കണമെന്ന്. നമുക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ളത് ഇന്നിപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു തോരൻ വെക്കാനുള്ള കോവൽ രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി ഇതുമ്പോൾ നിറച്ചു ഇപ്പോൾ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് രാവിലത്തേക്കുള്ളതായി. രാവിലത്തെ കറിക്ക് ഇന്നത്തെ കോവലാണ്. അപ്പോൾ ഞാനത് വേഗം അരിഞ്ഞ് ഇന്ന് തന്നെ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് വേഗം അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ കോവൽ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 60 രൂപ 50 രൂപയൊക്കെയാണ് വില വരുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാവണ കോവക്ക പറിച്ച് കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നല്ല തളിര് കോവയ്ക്കായിരിക്കും, അധികം മൂക്കാത്തതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ച കോവയ്ക്കാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. കടയിലൊക്കെ വന്നതിനേക്കാൾ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്